സുഖമാണോ? ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ഈ തലയിലോട്ട് കൊട്ടക്കണക്കിന് എണ്ണ കമഴ്ത്താൻ പോവാം. ബൈ ദ ബൈ ഐ പർപ്പിൾ യു ഓൾ. ഓക്കെ, അപ്പം ഈ ഒരു മുടിയുടെ അവസ്ഥ എങ്ങനെ ഇവിടെ എത്തിയത്? നമ്മൾ ഹെന്ന മാസ്ക് അപ്ലൈ ചെയ്ത്, ഓ മൈ ഗോഡ്, നിങ്ങൾ അറിഞ്ഞില്ല ഇതൊന്നും? യെസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ ഹെന്ന മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടിലേക്ക് ഓടിപ്പോയി കാണട്ടാ. ഓക്കെ, അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുള്ള മുടിയുടെ അവസ്ഥ കണ്ട് എന്തൊരു ഷൈനി ആൻഡ് ഹെൽത്തി തിക്ക് ഹെയർ ആയിട്ടായിരിക്കണം. അപ്പം ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു മാജിക്കൽ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ കമഴ്ത്താൻ പോണത്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് പാസ്റ്റിലോട്ട് പോകണം. അതിനുവേണ്ടി നമുക്ക് ഡോറേമോന്റെ ടൈം മെഷീനൊക്കെ വേണം. ഓക്കെ, അപ്പം ഇതാണ് ഇൻഗ്രീഡിയൻസ്. കുറേ ഉണ്ട്, അതിന് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം ആദ്യം നമുക്ക് വേണ്ടതാണ് ഭൃംഗരാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയൊന്നി. ഇത് കിട്ടാൻ ഒടുക്കത്തെ പാടാണ്, അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഇത് കിട്ടുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ലക്കിയാണ് ഗൈസ്. കാരണം ഇത് പോളിയാണ്. ഇത് ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി ആക്ച്വലി ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ. അത് വെച്ചിട്ട് നല്ല തഴച്ചു പെട്ടെന്ന് മുടിയെ വളർത്തിയെടുക്കാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് കരിവേപ്പില, കറി ലീവ്സ്. ഇത് കിട്ടൂല എന്ന് ആരെങ്കിലും പറയണേ ഞാൻ കേൾക്കട്ടെ. അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചു കൊടുക്കും. അതിനകത്ത് ഇരിപ്പുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. വല്ലപ്പോഴൊക്കെ അടക്കളയിൽ കയറണതിന്. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് മരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ കടയിൽ പോയി അങ്ങോട്ട് ചോദിക്കുക, അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടതാണ് കരിവേപ്പില. നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് ആംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക. അപ്പോൾ ഇവിടെ കുരുവൊക്കെ കളഞ്ഞ് മമ്മി ഓൾറെഡി എസ്തെറ്റിക് ആക്കി പ്ലേറ്റിലൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് വേണ്ടതാണ് 2 നാരങ്ങ. പിന്നെ നമുക്ക് വേണ്ടതാണ് അലോവേറ ജെൽ മാത്രം. അതിൻ്റെ എന്താ പറയുക, മുറിച്ചതിന് ശേഷം വെള്ളത്തിലൊക്കെ മുക്കി അതിൻ്റെ വേണ്ടാത്ത പാർട്ടൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ജെൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് കേട്ടോ വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് മുരിങ്ങയില. യെസ്, ഇത് വളരെ ഈസിയിൽ കിട്ടും. കരിവേപ്പിലേക്കാട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പെട്ടെന്ന് കിട്ടാൻ പോണത്. ആൻഡ് ഇതും വളരെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിലിന്. നല്ല ഒരു എന്താ പറയുക ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് പനിക്കുറുക്ക. ഇതിന് പെപ്പർമിൻറ്റ് പറയുമെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇത് നമുക്ക് വേണം. നമ്മൾ ഈ അറിയാലോ ഇങ്ങനെ പിച്ചുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല്, റിഫ്രഷിങ് സ്മെല്ല് വരുന്നത്. യെസ്, ആ ഇല. എന്നിട്ട് നമുക്ക് വേണ്ടതാണ് ഇവിടെ ചെമ്പരത്തിയുടെ പൂ എന്ന് പറഞ്ഞാൽ ഹിബിസ്കസ്. ഇതിൻ്റെ ഇല യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മമ്മി ഇതാണ് ആഡ് ചെയ്തിരുന്നത്, അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതാണ് യെസ് അഗൈൻ എല്ലാം വീട്ടിലും വളരെ ഈസി പീസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള തുളസി, ബേസിൽ ലീവ്സ്, തുളസി. യെസ്, അത് കുറച്ച് അരിയൊക്കെ അതിനകത്ത് എന്തായാലും സീനില്ല കേട്ടോ, അതും കൂടെ ആഡ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് വേണ്ടതാണ് ഈ ഒരു പൂ. ഇതിന് തെച്ചിയാണോ ചെത്തിയാണോ എനിക്ക് അറിഞ്ഞിട്ട്, ഇതിനേതോ ഒന്നാ പറയണത്, അതോ രണ്ടും പറയും അറിഞ്ഞുകൂടാട്ടെ. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് ചെറിയ ഉള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്നുള്ളി, അതും വേണം. ഇതിനെ എന്തോ പറയും, ഷാലറ്റ്സ് എന്നാന്ന് തോന്നുന്നു. യെസ്, അത് വേണം. എന്നിട്ട് നമുക്ക് വേണ്ടതാണ് ഇവിടെ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത ഉലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ മാറ്റിയിട്ട്, വെള്ളം കുറച്ചുണ്ടെങ്കിലും സീനില്ല, പക്ഷെ നന്നായിട്ട് കുതിർന്നതായിട്ട് ഇരിക്കണം ഉലുവ. ഓക്കെ, ഡ്രൈ ആയിട്ടുള്ളതല്ല, കുതിർന്ന വെർഷനായിട്ട് നമ്മൾ ആഡ് ചെയ്യണത്. എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് അരച്ചെടുക്കാനായിട്ട് യെസ് വെള്ളം വേണ്ടേ, ഏറ്റവും സിമ്പിളസ്റ്റ് വെള്ളം കുറച്ച് വേണം. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറ്റാനായിട്ട് പറ്റില്ല, അത്ര ഉള്ള മിക്സി നമുക്ക് നഹി. അപ്പോൾ നമ്മൾ എല്ലാം കുറച്ച് ആഡ് ചെയ്യും, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും, എന്നിട്ട് അരച്ചു കൊടുക്കും. അങ്ങനെ ഇച്ചിരി പേഷ്യൻസ് വേണം ഗൈസ്. കാരണം ഞാൻ കാര്യം ഇത് ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടെങ്കിലും മമ്മിക്ക് കലിയും പിടിക്കണുണ്ടായിരുന്നു ഇടയ്ക്ക്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ എന്താ പറയുക, വലിയ മിക്സി തന്നെ എടുക്കുക, അതായിരിക്കും നല്ലത്. ചെറുതെടുത്ത് കഴിഞ്ഞാൽ അരയ്ക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ മിക്സി എടുത്തിട്ട് ഇതേ കണ്ടെന്നിട്ട് അരയൂല. നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി ഇളക്കി കൊടുക്കണം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ, കാരണം നന്നായിട്ട് അത് ഗ്രൈൻഡ് ആവണം. അതിൻ്റെ ഇടയ്ക്ക് മമ്മി അലോവേറ ജെല്ലും കൂടെ കുത്തി കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടു, പൂക്കളൊക്കെ ഇട്ടു. അപ്പോൾ ഹാർഡായിട്ടുള്ള ഭൃംഗരാജും അതൊക്കെയാണ് മമ്മി ആദ്യം അരച്ചത്, എന്നിട്ട് ശേഷമാണ് ബാക്കിയൊക്കെ അരക്കണം. അതിൻ്റെ ഒപ്പം ഒരു ഇൻഗ്രീഡിയൻറ്റ് കാണിക്കാൻ വിട്ടുപോയി, പക്ഷേ ഇവിടെ നാരങ്ങയുടെ ഇല ഉണ്ടാവൂലേ, അതും മമ്മി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്. ഒന്നാണ് ഉലുവ, പിന്നെ നമ്മൾ വിട്ടുപോയ നാരങ്ങ. യെസ്, ഇതും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. പതുക്കെ നമ്മൾ സ്പീഡ് കൂട്ടി വലിയ സ്പീഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഫുൾ കംപ്ലീറ്റ്ലി അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടും. ഇനി നമ്മളിതിനെ അരിച്ചെടുക്കും. യെസ്, അപ്പോൾ ഇതുപോലത്തെ വലിയ അരിപ്പ് ഉണ്ടാവില്ലേ, സാധാരണ ഇതിനകത്താണ് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കൂല്ലേ, വെജിറ്റബിൾ ജ്യൂസ്. അപ്പോൾ അരിച്ചൊക്കെ എടുക്കാറ്, അപ്പോൾ അതിനകത്ത് തന്നെയാണ് നമ്മളിത് അരിക്കണത് കേട്ടോ. ഇത് ഈസിയാണ് കേട്ടോ, പതുക്കെ പിഴിഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ മമ്മിക്ക് പോരാ, മമ്മിക്ക് ഈസിയസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ മമ്മിക്ക് പാടുപെടണം. മമ്മിക്ക് ഒന്നും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് നമ്മളിങ്ങനെ തോർത്തിൽ കിഴി കെട്ടിയിട്ട് പിഴിയൂല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം എന്താ ഇതിനകത്തില്ലേ, ഈസിയാന്ന് നമുക്ക് തോന്നും, പക്ഷെ ആ മുഴുവൻ പേസ്റ്റ് ഇടുമ്പോൾ അരിപ്പയുടെ ഭാരം കൂടും. അപ്പോൾ ഒന്നും കൂടെ ബെറ്റർ ഇങ്ങനെ തോർത്തുണ്ടാവില്ല, കുറച്ച്
കുറച്ച് വൃത്തിയുള്ള തോർത്തായിരിക്കണം, എക്സ്ക്യൂസ് മീ. എന്നിട്ട് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് മമ്മിയാണ് പിഴിയണം. കാരണം ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഒരു വാക്ക് വായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്. യെസ്, ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മെൻഷൻ ചെയ്യാനേ മറന്നു. പേഷ്യൻസ്. യെസ്, നല്ല ക്ഷമ വേണം ഗൈസ്. ഉണ്ടാക്കണ ആൾക്കും വേണം, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കും വേണം, അല്ലെങ്കിൽ ഉണ്ടാക്കണ ആളുടെ ചിലപ്പോൾ സ്വഭാവം വേണം. ഓക്കെ. അപ്പോൾ പിഴിഞ്ഞതിന് ശേഷമുള്ളത് ഈ ഒരു പിണ്ണാക്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചെടിയുടെ അടി കൊണ്ട് ഇടാതെ തന്നെ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതേ നമ്മൾ അരിച്ചെടുത്തതില്ലേ പതുക്കെ അതിങ്ങനെ തിളച്ച് വരുന്ന പോലെ രീതിയിൽ ലോ ഫ്ലെയിമിൽ പതുക്കെ അത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊമ്മളായിട്ട് വരും, പുകയൊക്കെ പതുക്കെ വരും. അതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. എന്ത് റീസൺ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ആയുർവേദിക് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ മമ്മി മരുന്നുപരമായിട്ടുള്ള എന്തെങ്കിലും വീട്ടിലുണ്ടാക്കുമ്പോഴേ ഒരു കമൻറ്റ് പോലും പാസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോഴത്തേക്കും പിന്നെ കമൻറ്റ് പാസ് ചെയ്യാനുള്ള അവസ്ഥയിലായിരിക്കില്ല നമ്മൾ. മമ്മിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അതാണ് ഞാൻ നമ്മൾ മിണ്ടാണ്ടിങ്ങനെ ഇരിക്കണം. മമ്മിക്ക് അങ്ങനെ കമൻറ്റ് പാസ് ചെയ്യണം, അതോ എന്തെങ്കിലും അതിനെക്കുറിച്ച് അയ്യോ എന്ത് ഇത്രയും പച്ച, ഓ മൈ ഗോഡ് എന്താ ഈ സ്മെൽ, ഒന്നും കേൾക്കാൻ ഇഷ്ടം. അപ്പോഴത്തേക്കും കരി പിടിക്കുമ്പോൾ അതായത് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കും. ഇവിടെ തന്നെ ഉണ്ട് ആളത്, ഞാൻ കാണിച്ചു തരാം. ടടാ മമ്മൻ. നിങ്ങൾ നേരെ ഉള്ളത് കൊണ്ടപ്പോൾ അതൊക്കെ ചിരിച്ച് കാണിച്ചത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, കുറേ നേരം നിന്നിളക്കേണ്ട കാര്യമാണ്. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയല്ലോ, ഉണ്ടാക്കേണ്ടത് മുഴുവൻ മമ്മിയാണ്. ഓക്കെ, സോ ആസ് വി ക്യാൻ സീ നമ്മുടെ എണ്ണ ഇങ്ങനെ പതുക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഇപ്പോഴും ആ എണ്ണയുടെ കൂടെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഫ്രണ്ട്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ആകും കേട്ടോ. കണ്ട ഫുൾ ആ ഇൻഗ്രീഡിയൻറ്റ് താഴത്തോട്ട് സെറ്റിലാവും, എണ്ണ പിന്നെ മുകളിലേക്ക് വന്ന് ഇങ്ങനെ കുറേ പാത പോലത്തെ കൊമ്മള ഇങ്ങനെ ഉണ്ടാക്കൂട്ട. അപ്പം മമ്മി എപ്പോഴും പറയാറുണ്ട് എണ്ണ സെറ്റായെന്ന് എപ്പോഴാണ് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒരു കുറച്ച് കൊമ്മളകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് കറങ്ങും. മനസ്സിലായ? അയ്യോ എൻ്റെ വീടവിടെ എന്ന് പറഞ്ഞിട്ട്. സോ യെസ്, അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതേ നമ്മൾ എത്തിയിട്ടുണ്ട്. ആൻഡ് സി ഇവിടെ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. കാരണം കണ്ട കുറച്ച് കൊമ്മളേ ഉള്ളൂ, അത് കഴിഞ്ഞപ്പോൾ ആ കൊമ്മളയും കൂടെ പോകും. അപ്പോൾ ഈ ഫുൾ പ്രോസസ്സ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ടാണ് എണ്ണ ഫുൾ ഉണ്ടാക്കണം. എന്നിട്ട് ഓഫ് ആക്കിയതിന് ശേഷം മമ്മി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് പച്ചക്കർപ്പൂരം. വെരി ഗുഡ് ഫോർ സ്കാൽപ്പ് ഹെൽത്ത്. പോരാണ്ട് എണ്ണയിൽ നിന്ന് നല്ല സ്മെല്ല് വരും ഗൈസ്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ നിന്നും അത് ലിങ്കർ ചെയ്യണതാണ്. എന്നിട്ട് കണ്ട ഫുൾ ഇവിടെ എണ്ണ തണുപ്പിക്കാനായിട്ട് നമ്മൾ വച്ചു. തണുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. അപ്പോൾ ഫുൾ രാത്രി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് ആക്ച്വലി നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം. കണ്ട ആ കയ്യിൽ നിന്ന് ഇങ്ങനെ എണ്ണ വീഴുമ്പോൾ നമുക്ക് നല്ല ഗ്രീൻ കളറിൻ്റെ എണ്ണയാണ്. നല്ലോണം നമ്മൾ എങ്ങനെയാണ് ആ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് യെസ് അത് ഫുള്ളിലേക്ക് ഇൻഫ്യൂസ് ആയിട്ടുണ്ട്. മുഴുവൻ കരിഞ്ഞു പോയിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്താലേ എണ്ണ ഗ്രീൻ കളറായിട്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞ പോലത്തെ ബ്ലാക്ക് കളറായി പോകും. മനസ്സിലായി? അപ്പം മമ്മി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഗ്രീൻ ആയിട്ടുള്ള രീതിയിലാണ് എണ്ണ. പിന്നെ എണ്ണ നമ്മൾ കുപ്പിയിലാക്കിയതിന് ശേഷം ചിലപ്പോൾ അത് കുറേ നാൾക്ക് കഴിയുമ്പോഴത്തേക്കും അത് പതുക്കെ ബ്രൗണിഷ് അങ്ങനത്തെ ടിൻറ്റാവും. അതല്ല, പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നമുക്ക് കിട്ടാറ്. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോണ പാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയതിന് ശേഷം വേണം ഇത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫുൾ എണ്ണ നമ്മുടെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ബൈ ചീഞ്ചട്ടി. ആൻഡ് ഇതിൽ നിന്നാണ് ഈ ഒരു കുപ്പിയിലോട്ട് ഈ ഒരു എണ്ണ വന്നത്. അത് ഇത്രയും കൂടെ ബാക്കിയുള്ളൂ ഗൈസ്. യെസ്, ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഇവിടെ മുടിയുമുള്ള ജടയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് എന്നിട്ട് ഞാനിവിടെ സ്കാൽപ്പിനെ ആക്ടിവേറ്റ് ചെയ്തതിനൊക്കെ കുറിച്ച് ഞാൻ ഫുൾ എൻ്റെ ഹെയർ ഓയിലിംഗ് റൂട്ടീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ കറക്റ്റ് രീതിയിൽ ഹെയർ ഓയിൽ ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡീപ്പ് ഹെയർ ഓയിൽ റൂട്ടീനാണ് ഈ ഒരു ഓയിൽ വെച്ചിട്ട്. കാരണം ഇതിന് ഇച്ചിരി മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞാൻ നല്ലോണം ഇളക്കുകയാണ് കേട്ടോ. കാരണം കണ്ട ആ കുപ്പിയുടെ അടിയിൽ പിടിച്ചിരിക്കുന്ന ആ മരുന്ന് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇളക്കി ഉപ്പാടിളക്കി നമ്മൾ ഫൈനലി അതിനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ മന്ത്ലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ അങ്ങനെ വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ഓയിലിനെ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ കുറച്ചായിട്ട് വേഗം തീർന്നു പോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ആ ഒരു ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട് കോമ്പ് ബോട്ടലിലേക്ക്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് റോസ്മെറി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാസ്റ്റർ ഓയിൽ റോസ്മെറി എസൻഷ്യൽ ഓയിൽ രണ്ടുമേ ഓപ്ഷണലാണ്, ഒരാവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് വല്ലപ്പോഴായിട്ട് ഞാൻ എൻ്റെ എക്സ്ട്രാ സെൽഫ് കെയർ ആണ് ചെയ്യണത് ഇന്ന് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തെന്ന് മാത്രം. ഈ ഒരു ഹെയർ ഓയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയതില്ലേ ഗൈസ് 100 out of 100. അത്രയ്ക്ക് അമേസിങ് ആണ്, അത്രയ്ക്ക് പൊളിയാണ്.
ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് തന്നെ ധാരാളമാണ് നമ്മുടെ ഹെയറിൻ്റെ എല്ലാ പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യാൻ, മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട്, മുടിയുടെ ഹെൽത്ത് പൊളിയാക്കാനായിട്ട്, മുടിയെ തിക്കാക്കാനായിട്ട് എല്ലാം കൊണ്ടും. അപ്പോൾ ആ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് റെഗുലർലി യൂസ് ചെയ്യാം. നിങ്ങൾ എപ്പോഴെപ്പോഴാണ് ഹെയർ വാഷ് ചെയ്യണം അപ്പം യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? എനിക്കിത് ഇച്ചിരി ബാക്കിയുള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്താ പറയുക കാസ്റ്റർ ഓയിലും റോസ്മെറി എസൻഷ്യൽ ഓയിലൊക്കെ ജസ്റ്റ് ആഡ് ചെയ്യണം. ബിക്കോസ് മന്ത്ലി വൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടില്ലേ, നോർമലി ഞാൻ ഹെയർ ഓയിലിംഗ് വീഡിയോയിൽ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ അല്ലല്ലോ ഞാൻ ഇതിനകത്ത് കമഴ്ത്തിയാണ് അത്രയും എടുത്തിട്ട്. യെസ്, അപ്പം ഞാൻ സ്കാൽപ്പിനെ പോലെ തന്നെ ലെങ്ത്തിലേക്കും കമഴ്ത്തിയാണ് യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മസാജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് കണ്ട നല്ലോണം ഫോക്കസ് ചെയ്യണം. ഞാൻ ഒട്ടും ഒരിടം പോലും വിടണില്ല. സാധാരണ ഞാൻ ഹെയർ ഓയിലും ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല, കുറച്ചെടുത്തും കൊണ്ടല്ലേ അപ്ലൈ ചെയ്യണത് ലെങ്ത്തിലേക്ക്. പക്ഷേ ഇതിനകത്ത് ഇതേ കണ്ട ഞാൻ ഡ്രൈ പാർട്ട് കണ്ട് പിടിച്ചെടുക്കുകയാണ്. പക്ഷേ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുമ്പോൾ റെഗുലർലി ആയിരിക്കുമല്ലോ നിങ്ങൾ യൂസ് ചെയ്യണത്, നിങ്ങളുടെ റെഗുലർ ഹെയർ വാഷ് ഡേയ്സിലായിരിക്കുമല്ലോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രയും കമഴ്ത്തേണ്ട ആവശ്യമില്ല, നോർമൽ ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ എടുത്താൽ മതിയിട്ടാ. ഓക്കെ, ഫുൾ കമഴ്ത്തി തൃപ്തിപ്പെട്ടിട്ട് ഇവിടെ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടീഷൻ എടുത്തും കൊണ്ട് ഇവിടെ ഞാൻ മുടിയെ ബണ്ണാക്കി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റ് അല്ല കേട്ടോ, കണ്ടാൽ തോന്നും, പക്ഷേ അല്ല, നോർമൽ ലൂസായിട്ട് തന്നെയാണ് കെട്ടിയേക്കണത്. ഒട്ടുമേ നമ്മുടെ സ്കാൽപ്പിലേക്ക് സ്ട്രെസ് വരാത്ത രീതിയിലാണ് ഞാൻ ഇവിടെ കെട്ടിയേക്കണത്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ കൈമത്തൂത്ത് അവിടെയൊക്കെ മുടി വളരട്ടെ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യണം, ആദ്യം തന്നെ ടിഷ്യൂ എടുത്തും കൊണ്ട് ഞാൻ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്. കാരണം ഇത് കുറേ നേരം ഞാൻ വയ്ക്കും, അതും അറിയാം. എനിക്ക് നല്ലോണം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെ ഫോർഹെഡിൽ ചെറിയ ബംസ് ഒക്കെ വരും. അതുകൊണ്ട് അതിന് നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഷവർ ക്യാപ്പൊക്കെ വച്ചിട്ട് റോൾ അടിച്ചിട്ടുണ്ട്, ഫുൾ കവർ ആക്കിയിട്ടുണ്ട്. കാരണം ഡസ്റ്റ് ആൻഡ് ഡേർട്ട് ഈ ഒരു അവസ്ഥയിൽ എന്തായാലും പിടിക്കും, അതുകൊണ്ട്. എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും. കാരണം ഇങ്ങനെ ഇളകി മുമ്പിലേക്ക് വരുമല്ലോ എണ്ണ, അപ്പോൾ ഒട്ടുമേ സ്കിന്നിലോട്ട് പറ്റാണ്ടിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു അവസ്ഥയിൽ വേണം ഹോട്ട് ടവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടി അത് നമ്മൾ വെള്ളം എടുത്ത് ചൂടാക്കണം. ഞാൻ നോർമലി എപ്പോഴും ഹീറ്റിംഗ് ക്യാപ്പല്ല യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇന്നൊരു പൂതിക്ക് എനിക്ക് തോന്നി ഞാൻ ഹോട്ട് ടവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നായിട്ടിട്ട്. ഇച്ചിരി തലപെരിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. അതെന്താണെന്ന് വെച്ചാൽ പറയാം, വെയിറ്റ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു മൈക്രോ ഫൈബർ ടോവൽ, ഇത് എൻ്റെ നോർമൽ ഹെയർ റാപ്പ് ടോവലാണ് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ ചൂടാക്കണം. ഡോണ്ട് വറി, ഇത് വൃത്തിയാണ്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ചീഞ്ചട്ടിയിലോട്ട് ഇട്ടേക്കണത്. അപ്പോൾ വെള്ളം പതുക്കെ ചൂടായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ടവൽ ഇട്ടേക്കണം. അല്ലാണ്ട് അടച്ച് ഞാൻ വേവിക്കല്ല. എന്നിട്ട് ഞാൻ അടച്ചിട്ട് ഒരു 5 മിനിറ്റ് അതിനെ അവിടെ തന്നെ ഒന്ന് ചൂടാകാനായിട്ട് കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ അവിടെ ഇരുന്നും കൊണ്ട് അവിടെ ആ ചൂട് ഫുൾ അബ്സോർബ് ആക്കാനായിട്ട്. ഇനി ഇതിനെ വേണം നമ്മൾ പിഴിഞ്ഞെടുക്കാൻ ഗൈസ്. എനിക്ക് ഏറ്റവും ട്രിക്കി എന്തോ കുന്തം, പക്ഷെ ഭയങ്കര പാടാണ് ഗൈസ്, എനിക്കറിയാം. കാരണം ഒടുക്കത്തെ കൈപ്പൊള്ളൽ അവസ്ഥയിൽ എത്തിക്കുന്നതാണ്. കണ്ടാ മനുഷ്യൻ്റെ പ്രാണം അതുപോലെ ചൂടാവും, കണ്ടോ കൈയൊക്കെ അങ്ങോട്ട് പൊള്ളും. സോ ഇത് വളരെ സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ടത്. എനിക്ക് തല കറങ്ങണ്ടായിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു. ബട്ട് റിസൾട്ട്, ഓ മൈ ഗോഡ്, ഹീറ്റിംഗ് ക്യാപ്പിനെ വെട്ടിക്കും. കിഡ് യു നോട്ട് ഗൈസ്, കിഡ് യു നോട്ട്. ആൻഡ് അതിന് വേണ്ടി ഈ ഒരു മൈക്രോ ഫൈബർ ടോവൽ തന്നെ വേണം കേട്ടോ. കാരണം ഇത് വച്ചിട്ട് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ആ ചൂടിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ മറ്റീരിയലിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇനി ഈ ഒരു ഹെയർ ഓയിൽ ഒന്നല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ചിലപ്പോൾ 3 മണിക്കൂറും വയ്ക്കാറുണ്ട്. മൂഡ് പോലെ ഞാൻ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യും. ബൈ ദ വേ, നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഹെയർ വാഷിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഡ്രൈ ഫ്രിസി വരണ്ട് ചൂല് ചകിരി പോലെ ഇരിക്കുന്ന ഹെയറിന് വേണ്ടിയിട്ടുള്ള ഹെയർ വാഷ് റൂട്ടീനാണ്. റൂട്ടീനല്ല, ആക്ച്വലി നല്ല പ്രൊഡക്ട്സ് അതിനകത്ത് ഞാൻ കാണിച്ചു തരാട്ടെ ഏതാണെന്നുള്ളത്. അപ്പോൾ ശരി, നമുക്കിനി ആ വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോഴത്തേക്ക് ഈ കാണുന്ന വീഡിയോസൊക്കെ ഇരുന്ന് കാണും.